സൗത്ത് ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രികളെ ശരിക്കും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിജയഗാഥയാണ് മഞ്ഞുമ്മൽ ബോയ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വമ്പൻ സിനിമകളെ പോലും സൈഡാക്കിക്കൊണ്ട് ഭാഷകൾക്ക് അതീതമായ ചരിത്ര വിജയമാണ് മഞ്ഞുമ്മൽ ബോയ്സ് നേടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കന്നഡയിലും എല്ലാം റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററുകളിലും മികച്ച പ്രതികരണങ്ങളോടെ ഹൗസ്ഫുൾ ഷോകളാണ് മഞ്ഞുമ്മൽ ബോയ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിലെല്ലാം വമ്പൻ കുതിപ്പാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ് സംവിധായകരായ വെങ്കട് പ്രഭു, പാ രഞ്ജിത്ത്, ലെനിൻ ഭാരതി എന്നിവർ ചിത്രത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ഈ വീക്കെൻഡിൽ അടുത്ത ലെവലിലേക്ക് ചിത്രത്തിന്റെ വിജയം ഉയർത്താൻ സഹായിച്ചിട്ടുമുണ്ട്. ഒരു ചെറിയ മലയാള സിനിമ, അതും സ്റ്റീരിയോ ടൈപ്പായ ക്ലീഷെ മുഴുവൻ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ഒരു നായിക പോലും ഇല്ലാതെ, ആക്ഷനോ ലവ് സ്റ്റോറിയോ വലിയ രീതിയിലുള്ള ഗംഭീരമായ ട്വിസ്റ്റുള്ള തിരക്കഥയോ ഒന്നുമില്ലാതെ ഇത്ര സിമ്പിളായി ചിത്രം എടുത്ത് ഇത്ര വലിയൊരു സൂപ്പർ ഹിറ്റ് ആവാൻ കാരണം ചിത്രത്തിന്റെ ആ ഒരു സിംപ്ലിസിറ്റി തന്നെയാണെന്നും ആ ചിത്രം പ്രേക്ഷകർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണെന്നുമാണ് வெங்கட் பிரபுவும் பா ரஞ்சித்தும் அபிப்பிராயப்படுന്നത്. ரொம்ப சிம்பிளா இருக்கும். கிளைமேக்ஸ்ல ஒரு சாங் வச்சு நம்ம எல்லாரையும் வந்து பயங்கரமா கனெக்ட் பண்ணி மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல. തനിക്ക് ചിത്രം ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും താൻ ഇത് ഒരു മലയാള സിനിമ എന്ന രീതിയിലല്ല, ഒരു ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ തന്നെയാണ് മറ്റുള്ള പ്രേക്ഷകർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതെന്നുമാണ് സംവിധായകരെല്ലാവരും പറയുന്നത്. ഒരു മഞ്ഞുമേൽ பாய்ஸ் வந்து அவ்வளவு கொண்டாடிட்டு இருக்கும். எவ்வளவு சந்தோஷமா இருக்குன்னா வந்து நமக்கு வந்து மொழி முக்கியம் இல்ல, வெறும் கலை மட்டும்தான் முக்கியங்கிறது தமிழர்களுடைய അതേസമയം മലയാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുമ്മൽ ബോയ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയ മേഘനയ്ക്ക് ഇപ്പോൾ പൊങ്കാല അഭിഷേകം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നടിയെ മലയാളികളല്ല തമിഴന്മാർ തന്നെയാണ് എയറിൽ കയറ്റി വിട്ടിരിക്കുന്നത്. മൊഴിയല്ല, നല്ല പടമാണ് മുഖ്യം ബിഗിലെയെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് മൂന്നാം വാരം പിന്നിടുമ്പോൾ 150 കോടി ക്ലബിലേക്കാണ് ഇടം നേടിക്കൊണ്ടിരിക്കുന്നത്. പുലിമുരുകൻ തീർത്ത വിജയം അട്ടിമറിച്ചുകൊണ്ട് അടുത്ത ചരിത്ര വിജയമാണ് മഞ്ഞുമ്മൽ ബോയ്സ് സൃഷ്ടിക്കുന്നത്. ഇനി മുന്നിലുള്ളത് 2018 എന്ന ചിത്രവും സാക്ഷാൽ ലൂസിഫറും മാത്രമാണ്. അടുത്ത 2-3 വാരങ്ങൾ ഈ ഒരു രീതിയിൽ തകർപ്പൻ വിജയം സമ്മാനിക്കാൻ ചിത്രത്തിനായാൽ അടുത്ത റെക്കോർഡ് ബ്രേക്കിംഗ് വിജയമായി മഞ്ഞുമ്മൽ ബോയ്സ് മാറുമെന്ന് ഉറപ്പാണ്. കോളിവുഡിലെ ഈ വർഷത്തെ രണ്ടാമത്തെ ഹയസ്റ്റ് ഗ്രോസ് ചിത്രം കൂടിയായി മഞ്ഞുമ്മൽ ബോയ്സ് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രേമം എന്ന സിനിമയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ സിനിമാ പ്രേക്ഷകർക്കിടയിൽ വൈറലായി മാറിയിരിക്കുന്ന മറ്റൊരു മലയാള സിനിമ കൂടിയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. മാത്രമല്ല തമിഴ്നാട് തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷന്റെ വാക്കുകളിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായി തിയേറ്ററുകളിൽ ആളുകളെ കൊണ്ടെത്തിക്കുവാൻ മഞ്ഞുമ്മലിന് മാത്രമാണ് കഴിയുന്നത്. വലിയ റിലീസുകൾ ഒന്നും തന്നെ കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടയിൽ തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടില്ല. 3ാമത്തെ ആഴ്ച പൂർത്തിയാകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി 40 കോടിക്കടുത്താണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. ചിദംബരം സംവിധാനം ചെയ്ത് ശ്രീനാഥ് ഭാസി, സൗബിൻ സാഹിർ, ബാലു വർഗീസ്, ചന്തു സലിംകുമാർ, ഖാലിദ് റഹ്മാൻ, ജീൻ പോൾലാൽ, ഗണപതി, അഭിരാം രാധാകൃഷ്ണൻ, ദീപക് പരമ്പോൾ, അരുൺ കുര്യൻ എന്നിവർ ഒരുമിച്ച ചിത്രം ഗുണ കേവിന്റെ പശ്ചാത്തലത്തിൽ ഒരു സർവൈവൽ ത്രില്ലർ നൽകിയപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ തലവര മാറുന്ന ത്രില്ലിംഗ് ചിത്രമായി മാറുമെന്ന് ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചു കാണില്ല. എന്താണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ സീക്രട്ട്? അതിത്ര മാത്രമേ ഉള്ളൂ. ചിത്രം പ്രേക്ഷകരുടെ കൂടെ നിൽക്കുന്ന, പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന, പ്രേക്ഷകരുടെ ഓരോ വികാരങ്ങളെയും കൂടെ നിർത്തുന്ന ഒരു സിമ്പിൾ ചിത്രം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുത്തൻ ചരിത്രം സൃഷ്ടിച്ച് ഭാഷകൾക്ക് മുകളിൽ നിൽക്കുന്ന മികച്ച കണ്ടന്റുകൾ ഒരുക്കാൻ പുതിയ സിനിമാ സുഹൃത്തുക്കൾക്ക് മഞ്ഞുമ്മൽ ബോയ്സ് പ്രചോദനം നൽകട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. മഞ്ഞുമ്മൽ ബോയ്സിന്റെ പുതിയ വിജയഗാഥകൾ എന്താണെന്നും എപ്രകാരമാണെന്നും അറിയാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽ.